ഗൈസ് ഇന്ന് ഞാൻ മണാലി എത്തിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മണാലിയിൽ കാല് കുത്തി. നമുക്ക് ഓൾഡ് മണാലിയിലായിരുന്നു സ്റ്റേ ഉണ്ടായത്. അങ്ങനെ അവിടെ എത്തി അവിടെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. ഞങ്ങൾക്ക് കിട്ടിയ റൂമിന്റെ ബാൽക്കണി വ്യൂ ആണെങ്കിൽ സീനായിരുന്നു. ഞാൻ തൊട്ട് താഴെ തന്നെ ആയിട്ട് ഒരു സ്കൂളും ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഐസ് എറിഞ്ഞ കളിക്കണം. ഏതല്ലേ ലൈഫ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ജോഗിനി വാട്ടർഫാളിൽ കൊണ്ടുവന്നാണ് പറഞ്ഞത്. അങ്ങനെ നേരെ അങ്ങോട്ട് വിട്ടു. സത്യം പറയല്ലേ, ഏതോ റോഡ് സൈഡിൽ വല്ല വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന പോയത്. ബട്ട് അതിന്റെ സത്യാവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞ കിളി പോയി. വലിയൊരു മല കാണിച്ചിട്ട് പറഞ്ഞു അതിലേക്ക് നേരെ കയറണം. ഈ നമ്മുടെ ഇവിടെ വന്ന ഗൈഡ് ഉണ്ട്, പുള്ളിക്കുള്ള മെമ്പർ. അങ്ങനെ കുറെ സ്നോയിക്കൂടെ ഒക്കെ നടന്നു. വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞാണ്. നോർമലി ഇങ്ങനെ മഞ്ഞ് അധികം ഉണ്ടാവാറില്ല എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യാൻ പറ്റും, മഞ്ഞനെ ചവിട്ടി കയറാം. കേരളക്കാരല്ലേ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. പിന്നെ ഞങ്ങൾ ചെയ്തൊരു മണ്ടത്തരായിരുന്നു, ഒരു കുപ്പി വെള്ളം പോലും എടുക്കാണ്ട് പോകും. അതുകൊണ്ട് തന്നെ മല കുറച്ച് കയറിയപ്പോ തന്നെ ദാഹം തുടങ്ങി. വേറെ ഒന്നും നോക്കിയില്ല, സൈഡിക്കൂടെ തന്നെ വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ദാഹം. പിന്നെ ഈ കാണുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാന്ന് നമുക്ക് നഷ്ടമില്ല, കാരണം ഇവിടുന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അത്രയും കിടിലാണ്. സത്യം പറയുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അങ്ങനെ കുറച്ച് നേരം വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്ന് വൈബ് ആസ്വദിക്കുക. സത്യം പറഞ്ഞാൽ അടിപൊളി തണുപ്പാണ് ഇവിടെ. മല കയറുമ്പോൾ കിട്ടാത്ത തണുപ്പാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്തേക്കും. കാരണം വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളമൊക്കെ അടിച്ചിട്ട് ഭയങ്കര തണുപ്പ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടി അപ്പോഴാണ് എന്റെ ഷൂവിന്റെ അത് വെള്ളം കയറി. എന്റെ അളിയാസി കാലൊക്കെ മരവിച്ച് വിറങ്കലിച്ച് പോയി. ദിസ് ഈസ് വ്യൂ ഫ്രം ഹിയർ. അങ്ങനെ സ്നോ ഉള്ള ഒരു കാട്ടിക്കൂടെ അഡ്വഞ്ചർ റൈഡും ചെയ്ത് നേരെ താഴെ. ഇതാണ് എന്റെ ഷൂവിന്റെ അവസ്ഥ. മൊത്തം സ്നോ കയറി മരവിച്ച് പോയി. അങ്ങനെ നമ്മുടെ വണ്ടി എത്തി, നേരെ റൂമിലേക്കും വിട്ടു, നേരെ ഫുഡും കഴിച്ചു. അപ്പൊ ഇനി ബാക്കി നാളെ.